80 വർഷം മുമ്പുള്ള ഒരു മാസികയിൽ ഇന്നത്തെ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് വല്ല പരിഹാരമുണ്ടാകുമോ? നമുക്ക് 1940-ലെ അഖണ്ഡ ജ്യോതിയുടെ താളുകളിലേക്കൊന്ന് പോയി നോക്കിയാലോ? കാലത്തെ അതിജീവിക്കുന്ന ചില അറിവുകൾ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടാവാം. ഈ ചോദ്യം കൊള്ളാമല്ലേ? പുറംചട്ടയിലെ ആ പഴക്കം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കരുത്. കാരണം മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്നതു മുതൽ ജീവിതത്തിലെ വലിയ രഹസ്യങ്ങളെപ്പറ്റി വരെ ഈ പഴയ മാസിക സംസാരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോ നമ്മുടെ ഈയൊരു വിശകലനത്തില് 4 പ്രധാന വിഷയങ്ങളാണുള്ളത്. ആദ്യം നമ്മൾ നമ്മുടെ ഉള്ളിലെ ലോകത്തെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കും. പിന്നെ ആത്മീയ സാധനയുടെ വഴിയിലൂടെ സഞ്ചരിക്കും. തുടർന്ന് ജീവിതത്തിലെ ചില രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കും. അവസാനം ഇതെല്ലാം കൂടി ചേർന്ന് എങ്ങനെ ഒരു നല്ല ജീവിതം സാധ്യമാക്കുന്നു എന്നും നമ്മൾ കാണും. നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരനും ഏറ്റവും വലിയ ശത്രുവും നമ്മുടെ മനസ്സ് തന്നെയാണെന്ന് പറയാറുണ്ടല്ലേ? 1940 ഈ മാസിക ഈ ഒരു വലിയ വെല്ലുവിളിയെ, അതായത് മനസ്സിനെ മെരുക്കുന്നതിനെ എങ്ങനെയാണ് സമീപിച്ചതെന്ന് നമുക്ക് നോക്കാം. ഈ ചിത്രങ്ങളിലേക്കൊന്ന് നോക്കിയേ. ഇത് നമുക്കെല്ലാവർക്കും നല്ല പരിചയമുള്ളൊരവസ്ഥയാണ്. ഒരു വശത്ത് ചിന്തകൾ കൊണ്ടും പുറത്തുനിന്നുള്ള ബഹളങ്ങൾ കൊണ്ടും അസ്വസ്ഥമായ മനസ്സ്, മറുവശത്ത് ശാന്തവും ഏകാഗ്രവുമായൊരവസ്ഥ. 80 വർഷം മുൻപ് തന്നെ ഇന്നത്തെ ഒരു ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയാവുന്ന ഈ അവസ്ഥയെക്കുറിച്ച് അവർ സംസാരിച്ചിരുന്നു എന്നത് ശരിക്കും അതിശയകരം തന്നെ. ഓർമ്മശക്തി കൂട്ടാൻ വല്ല എളുപ്പവഴിയുണ്ടോ? ഈ മാസിക പറയുന്നത് ഇല്ലെന്നാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ ഓർമ്മശക്തിയെന്ന് പറയുന്നത് ഒരു യാത്രയാണ്. അത് ഏകാഗ്രതയിൽ നിന്ന് തുടങ്ങുന്നു. പിന്നെ നിരന്തരമായ പരിശീലനത്തിലൂടെ നമ്മൾ ആന്തരിക ശാന്തത നേടുന്നു. അതിന്റെ ഒരു സ്വാഭാവിക ഫലം മാത്രമാണ് മെച്ചപ്പെട്ട ഓർമ്മശക്തി, അല്ലാതെ അതൊരു സൂത്രപ്പണിയല്ല. ഓക്കേ, മനസ്സിനെ ഒന്ന് ശാന്തമാക്കി കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ മാസിക നമ്മളെ ആത്മീയ സാധനയുടെ പാതയിലേക്കാണ് കൊണ്ടുപോകുന്നത്. വെറും തിയറികളല്ല, മറിച്ച് കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു ജീവിതത്തിനായി നമുക്കുപയോഗിക്കാൻ പറ്റുന്ന ചില വഴികളാണ് ഇവിടെ പറയുന്നത്. യജ്ഞം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു ഹോമകുണ്ടമൊക്കെ ആവുമല്ലേ? പക്ഷെ ഇവിടെ അതിന് കുറച്ചുകൂടി വിശാലമായ ഒരു അർത്ഥമുണ്ട്. ഒരു സ്വാർത്ഥതയുമില്ലാതെ മറ്റുള്ളവരുടെ നല്ലതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും ഒരു യജ്ഞമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ആചാരമല്ല, ഒരു ജീവിത രീതിയാണ്. യജ്ഞം ഒരു നഷ്ടക്കച്ചവടമാണോ? ഇതൊരു കിഡിലൻ ചോദ്യമാണ്. നമ്മുടെ സമയവും ഊർജവും സമ്പാദ്യവും മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ നമുക്ക് ശരിക്കും എന്താണ് തിരികെ കിട്ടുന്നത്? മാസിക നമ്മളെക്കൊണ്ട് ആഴത്തിൽ ചിന്തിപ്പിക്കുകയാണ്. അതിനുള്ള ഉത്തരം ഈ ത്രാസ് പോലെ വളരെ വ്യക്തമാണ്. ഒരു തട്ടിൽ നമ്മൾ നിക്ഷേപിക്കുന്ന സമയവും പണവും നമ്മുടെ അഹങ്കാരവുമാണ്. എന്നാൽ മറ്റേ തട്ടിൽ കിട്ടുന്ന പ്രതിഫലം നോക്കൂ. ഉള്ളിലെ സമാധാനം, സമൂഹത്തിന്റെ നന്മ, ആത്മീയമായ പുണ്യം. ഇത് പണം കൊണ്ട് അളക്കാൻ പറ്റില്ല, അല്ലേ? പക്ഷെ ജീവിതത്തിൽ ഇതിലും വലിയൊരു സമ്പാദ്യം വേറെയുണ്ടോ? വലിയ വലിയ തത്വചിന്തകൾക്ക് പുറമേ നമ്മുടെ കയ്യിലൊതുങ്ങുന്ന ചില പ്രാക്ടിക്കൽ കാര്യങ്ങളും ഈ മാസിക പറയുന്നുണ്ട്. അതിലൊന്നാണ് പ്രാണായാമം. നമ്മുടെ ശ്വാസം ക്രമീകരിക്കുന്നതിലൂടെ നമ്മുടെ ജീവശക്തിയെ അല്ലെങ്കിൽ ഊർജത്തെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന ലളിതവും എന്നാൽ വളരെ ശക്തമായൊരു ആശയമാണത്. അപ്പോ മനസ്സിനെ നിയന്ത്രിച്ചു, യജ്ഞം എന്താണെന്ന് മനസ്സിലാക്കി. ഇത്രയും മതിയോ? പോരാ. ഈ മാസിക നമ്മളെ അതിനപ്പുറത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അറിവിന്റെ അതിരുകൾക്കപ്പുറമുള്ള ജീവിതത്തിലെ വലിയ രഹസ്യങ്ങൾ കണ്ടെത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. മരണശേഷം നമുക്ക് എന്ത് സംഭവിക്കും? ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യനെ അലട്ടുന്ന ഒരു ചോദ്യമാണിത്. ഈ വിഷയത്തിനായി ഒരു ലേഖനം മുഴുവനായി അവർ മാറ്റിവെച്ചിരിക്കുകയാണ്. ഭൗതികമായ ഈ ലോകത്തിനപ്പുറമുള്ള സാധ്യതകളിലേക്ക് ഒരു വാതിൽ തുറന്നു തരികയാണ് ഈ മാസിക. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. മെസ്മറിസം പോലുള്ള ആശയങ്ങളെക്കുറിച്ചും ഒരാളുടെ നോട്ടം കുട്ടികളെ എങ്ങനെ സ്വാധീനിക്കുമെന്നതിനെക്കുറിച്ചുമൊക്കെ ഈ മാസിക സംസാരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ചിലപ്പോൾ ഇതിനെ സൈക്കോളജിക്കൽ ഇൻഫ്ലുവൻസ് എന്നോ അല്ലെങ്കിൽ എനർജി ഫീൽഡ് എന്നൊക്കെ വിളിച്ചേക്കാം. പക്ഷേ ഊർജത്തിന്റെ ഈയൊരു സൂക്ഷ്മതലത്തെപ്പറ്റി അവരന്ന് തന്നെ ചിന്തിച്ചിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിനെപ്പറ്റി പറഞ്ഞു, ആത്മീയതയെപ്പറ്റി പറഞ്ഞു, പ്രപഞ്ച രഹസ്യങ്ങളെപ്പറ്റി വരെ പറഞ്ഞു. ഇനി ഇതെല്ലാം കൂടി എങ്ങനെ ഒരുമിച്ച് ചേർത്ത് ഒരു സന്തുലിതമായ ജീവിതമുണ്ടാക്കിയെടുക്കാം? അതാണ് നമ്മൾ അവസാനമായി നോക്കാൻ പോകുന്നത്. അപ്പോ ഇതാണ് ആ പഴയ ജ്ഞാനത്തിന്റെ ഒരു ആകെത്തുക എന്ന് പറയാം. ഇവയൊന്നും വെവ്വേറെ നിൽക്കുന്ന കാര്യങ്ങളല്ല. ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ ശക്തമായ ഒരു മനസ്സ് നമ്മുടെ ആത്മീയ വളർച്ചയെ സഹായിക്കുന്നു. ആരോഗ്യമുള്ള ഒരു ശരീരം ഇവ രണ്ടിനും ഒരു അടിത്തറയാകുന്നു. ഇവ മൂന്നും ഒരുമിച്ച് ചേരുമ്പോഴാണ് യഥാർത്ഥ ക്ഷേമമുണ്ടാകുന്നത്. ഒന്നിനെ മാറ്റി നിർത്തിയിട്ട് മറ്റൊന്ന് പൂർണ്ണമായി നേടാൻ സാധിക്കില്ല.
അപ്പോ 80 വർഷം പഴക്കമുള്ള ഈ വാക്കുകൾക്ക് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ എന്താ ഒരു പ്രസക്തി? ഒരുപക്ഷെ പുറം ലോകത്തെ ബഹളങ്ങൾ മുൻപത്തേക്കാൾ വളരെ കൂടുതലായി കാലത്ത് ഉള്ളിലേക്ക് നോക്കാനുള്ള ഈ ആഹ്വാനത്തിന് കൂടുതൽ കൂടുതൽ പ്രസക്തിയുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്കെന്തു തോന്നുന്നു? ഈ പുരാതനമായ അറിവിന് നമ്മുടെ ആധുനിക ജീവിതത്തിന് വഴികാട്ടിയാകാൻ കഴിയുമോ?